സുവർണ കഥകളിലേക്ക് സ്വാഗതം. ഒരു മണിപ്പൂരി കഥ. ചാവോബ എന്തു പിഴച്ചു. മണിപ്പൂരിലെ സാമാന്യ ജീവിതത്തിന്റെ തുടിപ്പുകൾ ഒപ്പിയെടുത്ത എഴുത്തുകാരൻ. സമപ്രായക്കാരായ കൂട്ടുകാരികളോടൊപ്പം തോമ്പി മച്ച മലയുടെ താഴ്വരയിൽ സമനിരപ്പായ സ്ഥലത്ത് കളിയിൽ മുഴുകി. ഇപ്പോൾ സന്ധ്യ മയങ്ങിയിരിക്കുന്നു. കൂട്ടത്തിൽ കളിക്കാനെത്തിയവരിൽ കുറച്ച് ആൺകുട്ടികളുമുണ്ട്. തിമർത്തു കളിക്കുന്ന കുട്ടികളുടെ ഒച്ചയ്ക്കും ബഹളത്തിനും മീതെ ചില മുതിർന്ന ശബ്ദങ്ങൾ ഉയർന്നു. കുട്ടികൾ ഭയന്ന് തലങ്ങും വിലങ്ങും ഓടി. ഓട്ടത്തിനിടെ കുട്ടികൾ അവരെ കണ്ടു. അവർ പട്ടാളക്കാരായിരുന്നു. പട്ടാളക്കാർ ഒരാളെ വളഞ്ഞു നിൽക്കുകയായിരുന്നു. ബന്ദിയായ ഒരുവൻ അവർക്കിടയിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ അവനെ ഏത്തമിടുവിച്ചു. പിന്നെ കൈ രണ്ടും പിന്നിൽ കെട്ടി നിൽക്കാൻ ആജ്ഞാപിച്ചു. നീ ഇനി പട്ടിയെ പോലെ ഭൗ ഭൗ എന്ന് കുരയ്ക്ക്. ഗതികെട്ട് ബന്ദി അതനുസരിച്ചു. വേറൊരു പട്ടാളക്കാരൻ ബന്ദിയെ അരയ്ക്കു കീഴെ ആഞ്ഞു ചവിട്ടി. എന്താടാ, ഇങ്ങനെയാണോ പട്ടി കുരയ്ക്കുന്നത്? ശരിക്ക് ചാടി ചാടി കുരയ്ക്ക്. ബന്ദി ആവുന്നത്ര അങ്ങനെ ചെയ്യാൻ നോക്കി. ഇരുന്ന ഇരിപ്പിൽ അവന് വീണ്ടും ചവിട്ടേറ്റു. സഹസൈനികൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകണ്ട് പതുക്കെ കുട്ടികളും ചിരിയിൽ പങ്കാളികളായി. ബന്ദി സൂക്ഷിച്ചു നോക്കി. ഈ കുട്ടികളിൽ ഒരുവൾ തന്റെ മകൾ തോമ്പീമച്ചയാണല്ലോ. അച്ഛൻ മകളെ തിരിച്ചറിഞ്ഞു. അവളും അച്ഛന്റെ മുഖം കണ്ടത് അപ്പോഴാണ്. അവൾ ഉറക്കെ നിലവിളിച്ചു, അച്ഛാ, അച്ഛാ. പട്ടാളക്കാരൻ തിരക്കി, എന്താ, ഈ ബന്ദി നിന്റെ തന്തയാണോ? അതെ, അവൾ സങ്കടഭാവത്തിൽ പറഞ്ഞു. അവൾ കുറച്ചുനാൾ മുൻപ് നടന്ന ഒരു കാര്യം ഓർത്തെടുത്തു. ഒരു ദിവസം അച്ഛൻ അത്താഴം കഴിക്കുകയായിരുന്നു. അപ്പോൾ ഏതാനും പട്ടാളക്കാർ നേരെ വീട്ടിലേക്കു കയറി വന്നു. ഒന്നും ചോദിക്കാതെയും പറയാതെയും അവർ അച്ഛനെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ടാണ്, എന്തിനാണ് എന്നൊന്നും ആർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല. ഒരു തുണി കൊണ്ട് അവർ അച്ഛന്റെ കണ്ണ് വരിഞ്ഞു കെട്ടിയിരുന്നു. കൈയാമം വെച്ചാണ് നടത്തിക്കൊണ്ടുപോയത്. അമ്മയും മക്കളും ഏറെ നേരം വാവിട്ട് കരഞ്ഞു. അന്നു മുതൽ അച്ഛനെ കാണാതായതാണ്. ഇന്ന് നിനച്ചിരിക്കാതെ അച്ഛനെ കണ്ടപ്പോൾ മനസ്സിന് ചെറിയൊരു ആശ്വാസം കിട്ടി. അച്ഛൻ എന്തോ തമാശ കാണിച്ച് പട്ടാളക്കാരെ കുടുകുടാ ചിരിപ്പിക്കുകയാണെന്നാണ് മകൾ ആദ്യം കരുതിയത്. പട്ടാളക്കാർ നിർത്തുന്ന മട്ടില്ല. ഒരാൾ അലറി, ഇനി നീ പൂച്ചയെപ്പോലെ മ്യാവൂ മ്യാവൂ എന്ന് കരയും. ചാവോബ അങ്ങനെ ചെയ്തു. ഇതുകണ്ട് മറ്റു പട്ടാളക്കാർ ചിരിച്ചു. ഒരു പട്ടാളക്കാരൻ ബന്ദിയുടെ ചുമലിൽ കയറിയിരുന്ന് മുടി ശക്തിയിൽ പിടിച്ചു വലിച്ച് കുതക് കുതക് ശബ്ദമുണ്ടാക്കി. അപ്പോഴും ഒപ്പമുള്ളവർ ചിരിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ വേറൊരു സൈനികൻ ചാവോബായുടെ പുറത്തു കയറി ഇരിപ്പായി. തോക്കിന്റെ ബട്ടുകൊണ്ട് അടിച്ചുകൊണ്ട് അയാൾ ആജ്ഞാപിച്ചു, ടക്കട ടക്കട എന്ന് ഒച്ച വെച്ച് നടക്കടാ കുതിരെ. അതു കഴിഞ്ഞപ്പോൾ വേറെയുള്ളവരുടെ ഊഴമായി. അവരും ചാവോബായുടെ പുറത്തു കയറിയിരുന്ന് അയാളെ നടത്തിച്ചു. ബന്ദിയുടെ കാൽമുട്ട് കുഴഞ്ഞു. അയാൾ തെന്നി വീണുപോയി. സർവരും ചുറ്റും നിന്ന് ചിരിക്കുമ്പോൾ തോമ്പി മച്ച തേങ്ങി തേങ്ങി കരഞ്ഞു. അവൾ നിറകണ്ണുകളോടെ അവിടെ നിസ്സഹായയായി നിന്നു. സങ്കടം കൊണ്ട് അവളുടെ കവിൾ വല്ലാതെ ഒട്ടിപ്പോയി. ഒടുവിൽ അവൾ അലറി, നിർത്തൂ, ഇങ്ങനെ ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ മരിച്ചു പോകും. അതു കേട്ടപ്പോൾ ചാവോബായും കണ്ണീർ വാർത്തു. മോളെ, അച്ഛന് സഹിക്കാനാകുന്നില്ല. ഓഹ്, എന്തൊരു വേദന. ഇതു കേട്ടപ്പോൾ പട്ടാളക്കാരുടെ ചിരി കൂടുതൽ ഉച്ചത്തിലായി. തോമ്പീമച്ചയ്ക്ക് ഈ കൊടിയ മർദ്ദനം കണ്ട് സഹിക്കാനായില്ല. കാര്യങ്ങളെല്ലാം അമ്മയെ ധരിപ്പിക്കാൻ തീരുമാനിച്ച് അവൾ വേഗം അവിടെ നിന്ന് ഓടാനൊരുങ്ങി. പക്ഷേ അപ്പോഴേക്കും ഒരു പട്ടാളക്കാരൻ അവളെയും പിടികൂടി. മുടിക്കു പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവർ അവളെ അച്ഛന്റെ മുൻപിൽ നിർത്തി. അത് സഹിക്കാനാകാതെ ചാവോബ പട്ടാളക്കാരനെ ചീത്ത പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് എൻ്റെ പാവം കുഞ്ഞിനോട് ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറുന്നത്? തോമ്പീമച്ച അടിമുടി വിറയ്ക്കുകയായിരുന്നു. അവൾ പട്ടാളക്കാരോട് താണു കേണു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. അച്ഛൻ നല്ലവനാണ്. അച്ഛനെ നിങ്ങൾ ദ്രോഹിക്കരുതേ. ആരുടെയും ഒന്നും അച്ഛൻ കട്ടെടുത്തിട്ടില്ല, തോക്കെടുത്തിട്ടില്ല. അച്ഛന് വയസ്സായിരിക്കുന്നു. ദയവു ചെയ്ത് വിട്ടയക്കണേ. മുട്ടുകുത്തിയിരിക്കുകയായിരുന്ന ചാവോബായെ സൈനികൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മകൾ കെഞ്ചി പറഞ്ഞതനുസരിച്ച് ഇവർ തന്നെ മോചിപ്പിക്കുകയായിരിക്കുമെന്ന് അച്ഛൻ കരുതി. രണ്ടു സൈനികർ മുന്നോട്ട് വന്ന് ബന്ദിയുടെ കൈകൾ പിന്നിലേക്കു കെട്ടി നിർത്തിച്ചു. ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇവിടെ നടന്ന കലാപത്തിൽ പങ്കെടുത്തിരുന്നില്ലേ?
നിഷേധാർത്ഥത്തിൽ ചാവോബ തലയാട്ടി. ആരു പറഞ്ഞു? നിങ്ങൾ PLAയിൽപ്പെട്ട ആളല്ലേ? അതിനും ചാവോബ അല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. തോക്ക് എവിടെയാണ് ഒളിപ്പിച്ചു വച്ചതെന്ന് പറയുന്നതാണ് നല്ലത്, ഒരു സൈനികൻ ഗർജിച്ചു. അയാൾ ചാവോബായുടെ പുറത്ത് ബൂട്ടുകൊണ്ട് ചവിട്ടി. പിന്നെ തോക്കിന്റെ അറ്റം കൊണ്ട് പലതവണ അടിച്ചു. ചാവോബ കണ്ണു മുറുകെ ചിമ്മി മുഖം കൂട്ടി വേദന കടിച്ചമർത്തി. ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, ഇനി വായ തുറന്നാട്ടെ. ബന്ദി അങ്ങനെ ചെയ്യുന്നില്ലെന്ന് കണ്ട് സൈനികൻ അയാളെ ബലമായി പിടിച്ച് നാവു പുറത്തേക്കു നീട്ടിച്ചു. അരയിൽ തിരുകി വെച്ച മൂർച്ചയുള്ള കത്തിയെടുത്ത് അയാൾ ചാവോബായുടെ നാവ് അരിയാൻ ശ്രമിച്ചു. പ്രാണവേദന കൊണ്ട് ചാവോബ നിലവിളിച്ചു. മകൾക്ക് ആ രംഗം കണ്ട് സഹിക്കാനായില്ല. അച്ഛാ അച്ഛാ എന്നു വിളിച്ച് അവൾ അലമുറയിട്ടു. അവളുടെ മേലാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു സൈനികൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ശബ്ദം പുറത്തു വരരുതെന്ന് താക്കീതു ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ ഈ രംഗം കണ്ടു പേടിച്ച് ഓടിപ്പോയി. അപ്പോഴേക്ക് വിശാലമായ വാഹനവ്യൂഹം അവിടേക്ക് കുതിച്ചെത്തി. ഇപ്പോൾ തോക്കുമുനകൾ ചൂണ്ടിയത് തോമ്പി മജയ്ക്കു നേരെയായിരുന്നു. മലയോളം പോന്നവരായിരുന്നു ആ പട്ടാളക്കാർ. ആകെ കറുത്ത വസ്ത്രമാണവർ ധരിച്ചിരുന്നത്. വായും മൂക്കുമൊന്നും പുറത്തേക്കു കാണുന്നില്ല. അത്യുച്ചത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ലക്കും ലഗാനവുമില്ലാതെ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. അപ്പോഴേക്കും ചുറ്റും കൂടിയിരുന്ന ആളുകൾ തലങ്ങും വിലങ്ങും ഓടി. ആ പ്രദേശമാകെ കൂരിരുട്ട് പരന്നു. തോമ്പി മജയ്ക്ക് മിണ്ടാനും അനങ്ങാനും കഴിഞ്ഞില്ല. അവൾ എങ്ങനെയും ഏന്തി വലിഞ്ഞ് അച്ഛനെ ഒരു നോക്കു കാണാൻ ഏറെ പണിപ്പെട്ടു. ഓടിച്ചെന്ന് അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒരു മുത്തം കൊടുക്കണം എന്നവൾ ആഗ്രഹിച്ചു. എന്നാൽ പട്ടാളക്കാർ എല്ലാം കർശനമായി തടഞ്ഞു. പട്ടാളക്കാർ അച്ഛന്റെ കൈകാലുകൾ ബന്ധിച്ച് ചുമന്നു കൊണ്ടുപോകുന്നത് മകൾ കണ്ടു. അച്ഛനാവുന്നത്ര കുതറി നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിലവർ അച്ഛനെ ഒരു കുഴിയിലേക്ക് വലിച്ചെറിയുന്നതും പിന്നെ ആ കുഴി മണ്ണിട്ട് മൂടുന്നതും മകൾ കണ്ടു. വായ മൂടിക്കെട്ടിയതിനാൽ തോമ്പി മജയുടെ ശബ്ദം ഒട്ടും പുറത്തു വന്നില്ല. അച്ഛൻ കുഴിയിൽ കിടന്ന് കൈകാലുകളിട്ടടിക്കുന്ന ശബ്ദം തന്റെ കാതിൽ മുഴങ്ങുന്നതുപോലെ തോന്നിയതോടെ അവൾ മോഹാലസ്യപ്പെട്ട് താഴെ വീണു. ഒരു പട്ടാളക്കാരൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ബോധം തിരികെ വന്നപ്പോൾ അവൾ കുതറി. പട്ടാളക്കാരന്റെ പിടുത്തം അയഞ്ഞുപോയി. അതോടെ തോമ്പി മജ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടിയെങ്കിലും കൈകാലുകൾക്ക് വേഗം കുറവായിരുന്നു. മോളെ, പിറകിൽ നിന്ന് അമ്മ വിളിക്കുന്ന ശബ്ദം അവൾ കേട്ടു. പൊന്നുമോളെ, ഒന്ന് കണ്ണു തുറക്കൂ. ഞാൻ വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? തോമ്പി മജ പതുക്കെ കണ്ണു തുറന്നു. ഉറക്കച്ചടവുള്ള കണ്ണുകൾ. അതിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകുന്നത് അമ്മ കണ്ടു. പൊന്നുമോളെ, പറയൂ, നിനക്കെന്തു പറ്റി? എന്താ, നീ വല്ല പേടി സ്വപ്നവും കണ്ടോ? അമ്മ സ്നേഹത്തോടെ തിരക്കി. കൺമിഴിച്ചു നോക്കിയപ്പോൾ നടന്നതെല്ലാം സ്വപ്നം കണക്കെയാണെന്ന് അവൾക്ക് അനുഭവപ്പെട്ടു. കണ്ണീർ വാർത്തുകൊണ്ട് തേങ്ങി തേങ്ങി അവൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്റെ അമ്മേ, ആ പട്ടാളക്കാർ അച്ഛനെ ജീവനോടെ കുഴിച്ചു മൂടി. അമ്മ മകളെ മുറുകെ പിടിച്ചു. തെല്ലുനേരം ഒന്നും പറയാനാവാത്ത സ്ഥിതിയിൽ അവർ ഇരുന്നു. പിന്നെ അലമുറയിട്ടു. അവർ ഭർത്താവിനെ കണ്ടിട്ട് ഏറെ നാൾ കഴിഞ്ഞിരുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഒരു ഊഹവുമില്ല. തോക്കുധാരികളായ ഏതാനും യുവാക്കൾ അടുത്തിടെയാണ് നാട്ടിൽ കുറെ പട്ടാളക്കാരെ വകവരുത്തിയത്. പട്ടാളക്കാർ നാട്ടുകാരെയും വെറുതെ വിട്ടില്ല. അവരും കുറെ യുവാക്കളെ വെടിവെച്ചു കൊന്നു. പട്ടാളക്കാരും കലാപകാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെ വാർത്ത പതിവായി പത്രങ്ങളിൽ വന്നു. വഴിയെ നടന്നുപോയ ഒരു കുട്ടി വെടിയേറ്റു മരിച്ചു. വീട്ടിൽ കഴിയുന്ന ഒരു വൃദ്ധയ്ക്കു നേരെ പട്ടാളക്കാർ നിറതോക്കൊഴിച്ചു. ഒരു എഞ്ചിനീയർ വെടിയേറ്റു മരിച്ചു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തോക്കിനിരയായി. ബാങ്കിൽ വൻ കവർച്ച നടന്നു. ഒരു ജീവനക്കാരന് ശമ്പളം കിട്ടിയ തുക തട്ടിപ്പറിച്ചു. വഴിയിൽ ഒരനാഥ ശവം കിടക്കുന്നതു കണ്ടു. ഒരു യുവതിയെ വെട്ടിനുറുക്കി വലിച്ചെറിഞ്ഞു. ഇങ്ങനെ പല വാർത്തകളും പത്രത്തിൽ പതിവായി. ഖായിരം ബന്ദ് ബസാറിൽ ക്രമസമാധാനം തകരാറിലായി. അവിടെ നിന്ന് ആളുകൾ വീട് വിട്ട് ഓടിപ്പോവുകയാണ്. പട്ടാളക്കാർ വീടുകളിൽ കയറിയിറങ്ങി സംശയം തോന്നുന്നവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നു. പാടത്ത് പണിയെടുത്ത് നിത്യവൃത്തി നടത്തിയിരുന്ന 50 വയസ്സായ ചാവോബ എന്തു കുറ്റമാണ് ചെയ്തതാവോ? അയാളുടെ കുടുംബത്തിലുള്ളവർക്കാർക്കും ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല. ഗ്രാമത്തിലുള്ളവർക്കും ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും മോഹിക്കാനായില്ല. ഒരു നാൾ പട്ടാളക്കാർ വീട്ടിൽ വന്ന് അങ്ങ് പിടിച്ചു കൊണ്ടുപോയി, അത്ര തന്നെ.
ഏറെ നാളായി അയാളുടെ ഭാര്യയും മകളും തീ തിന്ന് കഴിയുകയാണ്. ഇന്ന് തോമ്പി മച്ച പറഞ്ഞ കാര്യങ്ങൾ ഒരു ദുഃഖ സ്വപ്നം തന്നെയാവണം. അമ്മയും അവരുടെ അരുമ മകളും കെട്ടിപ്പിടിച്ച് കരയുന്ന ശബ്ദം കേട്ട് അയൽപക്കത്തുള്ള കുട്ടികൾ ഉണർന്നു. അവരോട് എങ്ങനെയാണ് കാര്യം പറയുക? വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.